എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. എക്സൈറ്റഡ് എന്ന് പറയാൻ കാരണം ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഹനീൻ്റെ ആദ്യത്തെ KSRTC ബസ് യാത്രയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഹനിക്കുണ്ട്. പുതിയതായിട്ടൊരു സ്ഥലത്ത് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഞാനും ഹനിയും മാമനും അമ്മായിയും കൂടിയാണ് അവിടെ പോകുന്നത്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു കള്ള് ഷാപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചീമേനി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള, ചീമേനിയിൽ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് പള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കള്ള് ഷാപ്പിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അതെ, വലിയ മഴ വരും തോന്നുന്നുണ്ട് കേട്ടോ. ഇനി അപ്പോഴത്തേക്കും നമ്മളവിടെ എത്തുമായിരിക്കും. അപ്പോഴത്തേക്കും അവിടെ എത്തുമായിരിക്കും. ഡ്രൈവർക്ക് കാണും. അതെന്താ മുമ്പോട്ട് നോക്കിയിരിക്കല്ലേ. വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അപ്പോൾ അമ്മായി ചീമേനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചീമേനി ഇറങ്ങി അമ്മായിനെ ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് പള്ളിപ്പാറ എന്നുള്ള സ്ഥലത്തേക്ക് ഒരു ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചീമേനിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പള്ളിപ്പാറ എന്നുള്ള സ്ഥലത്തേക്ക്. അപ്പോൾ മാമൻ്റെ അമ്മായിയുടെയും 25th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി പോകുന്നത്. അപ്പം ഞാനും ഹനിയും മാത്രമേ കൂടെ പോകുന്നുള്ളൂ. ബാക്കി വീട്ടിലുള്ളവർക്കൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കഴിച്ചിട്ട് കൊള്ളാമെങ്കിൽ പാഴ്സൽ വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങളത് പറഞ്ഞ സ്ഥലത്തെത്തി. മൺകുടം എന്നാണ് കള്ള് ഷാപ്പിൻ്റെ പേര്. അപ്പോൾ ഒരു 5:30, 6 o'clock ആവാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ എത്തി. അപ്പോൾ അതിൻ്റെ ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ പുറത്തുള്ള ആംബിയൻസ് ഒക്കെ കൊള്ളായിരുന്നു. അപ്പോൾ ഹനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അവിടെ കണ്ടുപിടിച്ച് ചെന്നപ്പോൾ തന്നെ ഒരു കുഞ്ഞു കുളവും അതിനകത്ത് മീനൊക്കെ ആയിട്ട്. അതിൻ്റെ പുറത്തായിട്ട് 2 ഹട്ടും പിന്നെ അകത്ത് കുറച്ച് ഫാമിലി റൂംസും ഓപ്പൺ ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഹട്ടിലിരിക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ആ സമയത്ത് അവിടെ ഹട്ടിൽ സെർവ് ചെയ്യുന്നില്ല, രാത്രിയാകുമ്പോൾ മാത്രമേ സെർവ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കാരണം ഞങ്ങൾ പിന്നെ അകത്ത് കയറിയിട്ട് അകത്ത് തന്നെ ഇരിക്കാമെന്ന് ഓർത്തു. എൻ്റെ ചുമരിലൊക്കെ ഇങ്ങനെ കണ്ടോ, വെള്ളത്തിൻ്റെയും തെങ്ങിൻ്റെയും പുഴയുടെയൊക്കെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അകത്ത് കയറുമ്പോൾ ചുമരിലൊക്കെ ആയിട്ട് നമ്മുടെ സിനിമ ആക്ടേഴ്സിൻ്റെ കുറച്ച് കാരിക്കേച്ചറും അവരുടെ ഫേമസ് ഡയലോഗ്സും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബോർഡിൽ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉള്ള മാതിരി അതും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സീറ്റിങ്ങിനായിട്ട് ഇതേപോലെ കുറച്ച് ഓപ്പൺ ഏരിയയും പിന്നെ ഒരു 4-5 ഫാമിലി റൂംസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫാമിലി റൂമിൽ ഇരിക്കാൻ തീരുമാനിച്ചേ. അങ്ങനെ ഞങ്ങൾ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ചതേ ഇരുന്നുണ്ട്. അപ്പോൾ അവിടെയും ചുമരിൽ ഇങ്ങനെ കുറച്ച് കോമിക്കായിട്ട് കുറച്ച് കാരിക്കേച്ചറൊക്കെ അവിടെയും ഉണ്ട്. ഇനിയിപ്പോൾ എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ള ഡിസ്കഷനിലാണ്. അപ്പോൾ ഹനിക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹനിക്ക് എന്താ വേണ്ടതെന്നാണ് മാമൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഫുഡ് കിട്ടാൻ വേണ്ടി എന്തായാലും മിനിമം ഒരു 15 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഹനി പറഞ്ഞു, എന്നാൽ ഞാൻ കുറച്ച് സമയം പുറത്തുനിന്ന് കളിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഹനിക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ആ പോണ്ടും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആംബിയൻസ് ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഈ ചീമേനി എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ മലകളൊക്കെ നിറഞ്ഞ് ഇത്തിരി അകത്തോട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ കാടിൻ്റെയും മലയുടെയൊക്കെ ഒരു ഭംഗി ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവരുടെ ലൊക്കേഷനും നല്ലതാണ്. അപ്പോൾ ഹനിയാണെങ്കിൽ ഇതിനകത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഹനി അങ്ങനെ പോയി അവർ വഴക്ക് പറയും. ഹനി
അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഫുഡ് വന്നു എന്ന് പറഞ്ഞിട്ട് അമ്മായി വിളിച്ചു. അപ്പോഴത്തേക്കും പിന്നെ ഹനി എന്തായാലും ഓടിച്ചാടി അകത്ത് വന്നു. ഇനി നമുക്ക് ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തെന്നുള്ളത് കാണാമേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളെ. കാട ഫ്രൈ, പിന്നെന്താ ഡക്ക് റോസ്റ്റ്, പോത്ത് ഫ്രൈ, പിന്നെ പോർക്ക്. ഇത്രയുമാണ് ഞങ്ങൾ സൈഡ് ഡിഷായിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ ഓർഡർ ചെയ്തതാണ് മുട്ടയപ്പവും പാലപ്പവും. പിന്നെ അതുകൂടാണ്ട് ഹനിക്ക് അത് രണ്ടും വേണ്ടെന്ന് പറഞ്ഞ കാരണം ഹനിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് നെയ്ച്ചോറും വാങ്ങിച്ചു. പിന്നെ കള്ളിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. എന്താണ് മുന്തിരിക്കള്ള്, പൈനാപ്പിൾ കള്ള് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളാരും അത് കഴിക്കാത്ത കാരണം ഞങ്ങൾ കള്ള് വാങ്ങിച്ചില്ല, ഫുഡ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അത് കൂടാണ്ട് വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ നല്ലതായിരുന്നേ. അത് കാരണം പിന്നെ ഞങ്ങൾ കുറച്ച് വീട്ടിൽ അമ്മയും അപ്പവും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പാഴ്സലും വാങ്ങിച്ചു. അപ്പോൾ വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡക്ക് റോസ്റ്റും പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, നാടൻ കോഴിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു. എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ കഴിച്ച് ഏതാണ്ട് തീരാറായി. അപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞ പാഴ്സലും വന്നിട്ടുണ്ട്. ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. ഡക്ക് റോസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോർമലി നമ്മൾ ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഡക്ക് റോസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാട ഫ്രൈയും നല്ലതായിരുന്നു. നെയ്ച്ചോറ് മാത്രം അത്ര അപ് ടു ദ മാർക്കായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ പോത്തും പന്നിയും കഴിക്കാത്ത കാരണം എനിക്ക് അറിയില്ല അതിൻ്റെ എക്സാക്ട് ടേസ്റ്റ്. അപ്പോൾ ഇവർ മാമനും അമ്മായിയും ഒക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതും കൊള്ളായിരുന്നു എന്നാണേ. അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കണം. അപ്പോഴത്തേക്കും വേറെ കുറച്ച് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ കഴിച്ച് വെളിയിലിറങ്ങി. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ബില്ല് വന്നത്. 1900 രൂപ. ഞങ്ങൾ കഴിച്ചതും പാഴ്സലും ഒക്കെ ചേർത്തിട്ട് റീസണബിൾ റേറ്റ് ആയിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ കള്ള് ഷാപ്പ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഹനീൻ്റെ കയ്യിലുള്ളത് അമ്മായിക്ക് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഓഫീസിൽ നിന്ന് കൊടുത്ത കേക്കാണ്. അപ്പോൾ കേക്ക് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും കൂടി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ കള്ള് ഷാപ്പ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് സാറ്റിസ്ഫൈഡായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഓട്ടോയിൽ കയറി ചീമേനിയിൽ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് വേണം ഇനി ബസ് കയറി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലക്കിലി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ ചീമേനി പോവാണ്. ഇനി ചീമേനിയിൽ നിന്ന് KSRTC ബസ് കയറിയിട്ട് തിരിച്ചു പോകണം. അപ്പോൾ എന്തെന്ന് ചോദിച്ചാൽ ചീമേനിയിൽ KSRTC ബസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ KSRTC ബസ് മാത്രം ഓടുന്ന ഒരു റൂട്ടാണ് ചീമേനി പയ്യന്നൂർ എന്നുള്ളത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ചീമേനി പോയി കുറച്ച് സമയം വെയിറ്റ് ചെയ്ത്. എല്ലാ സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ബസ്സില്ല, ഒരു 15 മിനിറ്റ്സ് അങ്ങനത്തെ ഇൻ്റർവെല്ലിലേ ബസ്സുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.